മരവിപ്പ്, തരിപ്പ്, പുകച്ചിൽ, ബാലൻസ് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ നെർവുകൾക്ക് അഥവാ ഞരമ്പുകൾക്ക് രോഗം ബാധിക്കുമ്പോഴാണ്. പ്രമേഹ രോഗികളിൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അതിനർത്ഥം ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ തുടക്കം ആകാം എന്നതാണ്. എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികളിൽ ഞരമ്പുകൾക്ക് നാശമുണ്ടാകുന്നതും കൈകാലുകളിൽ പുകച്ചിലും തരിപ്പും വേദനയും സെൻസേഷൻ കുറവും ഉണങ്ങാത്ത വ്രണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്? ന്യൂറോപ്പതി ഒഴിവാക്കാനായി പ്രമേഹ രോഗികൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായി പ്രമേഹം ഏതൊക്കെ ടൈപ്പാണ് പ്രമേഹം, എന്താണ് പ്രമേഹം എന്ന് നോക്കാം. നമ്മൾ പ്രമേഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബ്ലഡ് ഷുഗർ കൂടിയാൽ അതിന് പ്രമേഹം എന്ന് പറയും. അപ്പം അതിൽ തന്നെ നമുക്കറിയാം ടൈപ്പ് 1 പ്രമേഹമുണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ കുറഞ്ഞു പോകുന്നുകൊണ്ട് വരുന്നതാണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. സാധാരണ കുട്ടികളിൽ വന്ന് അവരുടെ പാൻക്രിയാസ് നശിഞ്ഞു പോകുന്നതുകൊണ്ട്, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് നശിഞ്ഞു പോകുന്നത് കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത്. അത് കുറച്ച് കുട്ടികളിലാണ് ഈ ടൈപ്പ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരാം. വലിയവരിലും ചിലപ്പോൾ അത് വരാം. പിന്നെ ചിലപ്പോൾ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പാൻക്രിയാസിനെ എടുത്ത് കളയേണ്ട, അല്ലെ പാൻക്രിയാസിൽ ട്യൂമർ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഓപ്പറേഷനൊക്കെ ശേഷം ടൈപ്പ് 1 പ്രമേഹം വരാം. പിന്നെ ഉള്ളത് ടൈപ്പ് 2 പ്രമേഹമാണ്. 90% പ്രമേഹം ടൈപ്പ് 2 പ്രമേഹമാണ്. അതിനകത്ത് ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ കൂടുതലാണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എങ്കിൽ. പിന്നെ ഈ ടൈപ്പ് 1 പ്രമേഹ രോഗികൾ ചിലപ്പം ഒത്തിരി ഓവർ വെയിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടൈപ്പ് 2 പ്രമേഹം വരാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 2 പ്രമേഹം എന്ന് പറഞ്ഞാൽ അതിൽ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ കൊഴുപ്പ് കൂടി വന്നു കഴിയുമ്പോൾ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹ രോഗികളിൽ കൂടുതൽ ഇൻസുലിൻ എടുത്ത് കൂടുതൽ ഇൻസുലിൻ എടുക്കാതെ ഡയറ്റ് കൺട്രോൾ ചെയ്യാതെ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കൺട്രോളിങ്ങും ഇൻസുലിനും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ വെയിറ്റ് വയ്ക്കും. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഉണ്ടല്ലോ ഇടയ്ക്ക് പമ്പൊക്കെ, ഇൻസുലിൻ പമ്പൊക്കെ വെച്ചിട്ട് ഇഷ്ടമുള്ള നന്നായിട്ട് സ്വീറ്റും കാർബോഹൈഡ്രേറ്റും ഉള്ള ഭക്ഷണം കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് കൂടും. വെയിറ്റ് കൂടി ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻസുലിനൊക്കെ പമ്പ് ചെയ്യും, പക്ഷെ ഇൻസുലിൻ വർക്ക് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ടൈപ്പ് 1 പ്ലസ് ടൈപ്പ് 2 പ്രമേഹം കൂടി ഒരു കമ്പൈൻഡ് ടൈപ്പ് 1 പ്ലസ് ടൈപ്പ് 2 വരാവുന്നതാണ്. നെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മളിപ്പം ന്യൂറോപ്പതിയെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ നെർവ്സിന്, ഇപ്പം നമുക്കെല്ലാം അറിയാം പ്രമേഹ രോഗികളിലെ കൈക്ക്, കാലയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കാലയിൽ സെൻസേഷൻ പോകും. അത് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും മുറിവൊക്കെ വരുന്ന അറിയാതെ പോകും, അവിടെ പഴുപ്പ് കയറി അങ്ങനെയാണല്ലോ കാലൊക്കെ വിരലുകളൊക്കെ മുറിക്കേണ്ടതൊക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നെർവിൻ്റെ ഡാമേജ് വരുമ്പോഴാണ്, നെർവുകൾക്ക് ഡാമേജ് വരുമ്പോഴാണ്. ചെറിയ തോതിൽ വരുമ്പോൾ ആദ്യം തുടങ്ങുമ്പം തരിപ്പ് അല്ലെ പുകച്ചിൽ ഇതൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നെർവ്സിന് ആവശ്യത്തിന് രക്തം കിട്ടാതെ വരുമ്പോഴാണ് ഈ തരിപ്പോ പുകച്ചിലൊക്കെ വരുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കാണ് സെൻസേഷൻ തന്നെ പോകുന്നത്. അപ്പം സെൻസേഷൻ പോകുമ്പോഴേക്ക് നെർവ്സിന് തന്നെ ഡയറക്റ്റ്ലി ഡാമേജ് വന്നു തുടങ്ങി. ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ നെർവിന് ഡാമേജ് വരുന്നത്? ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നതുകൊണ്ടാണ് നെർവിന്. അതായത് നെർവിൻ്റെ രക്തക്കുഴൽ, നെർവിനെ ഡയറക്റ്റായിട്ട് ഗ്ലൂക്കോസ് കൂടുതൽ ബാധിക്കും. അതുപോലെ ഒപ്പം തന്നെ ഗ്ലൂക്കോസ് കൂടുന്നത് കൊണ്ട് രക്തക്കുഴലുകൾക്കാണ് ഏറ്റവും വലിയ ഡാമേജ് വരുന്നത്. അപ്പോൾ ഈ നെർവ്സ് എന്നൊക്കെ പറയുമ്പോൾ കാലിൻ്റെ അറ്റത്തേക്കും കയ്യിലെ അറ്റത്തേക്കും ഒക്കെ എത്തുന്ന നെർവും രക്തക്കുഴലും ഏറ്റവും തിന്നായിരിക്കും. നെർവും തിന്നായിരിക്കും, വളരെ നേരിയ രക്തക്കുഴലും നേരിയ നെർവുകളും ആയിരിക്കും കൈയുടെ അല്ലെ കാലിൻ്റെ അറ്റത്തേക്ക്. അപ്പം അവർക്കാണ് ഏറ്റവും അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് എക്സ്ട്രിമിറ്റീസ്, സാധാരണ ഡയബറ്റിക് പേഷ്യൻസിന് വരുന്ന ന്യൂറോപ്പതിയുടെ, സെൻസറി ന്യൂറോപ്പതിയുടെ കാര്യത്തിൽ പറയുന്ന ഗ്ലൗ ആൻഡ് സോക്സ്, അതായത് സോക്സ് ഇടുന്ന ഭാഗത്തും ഗ്ലൗ ഇടുന്ന ഭാഗത്തും പേഷ്യൻസ് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാതെ കാലിൻ്റെ ഒക്കെ പാദമൊക്കെ കറുത്തു തുടങ്ങും. അപ്പോൾ അത് സെൻസേഷനൊക്കെ പോയി, അല്ലെങ്കിൽ മരവിപ്പും തരിപ്പും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചിലരിലൊക്കെ ആദ്യം വരുന്നത് ഒരു കറുപ്പ് നിറം വരാൻ തുടങ്ങുന്നു എന്നുള്ളതായിരിക്കും. അതുപോലെ ഈ കൈയുടെ ഒക്കെയാണ് നക്കിളിൽ, അതായത് നക്കെന്ന് പറഞ്ഞാൽ ഈ മടക്കുണ്ടല്ലോ, ഓരോ ജോയിൻറ്റുകളും ഉണ്ടല്ലോ, അവിടെ ഒരു കറുപ്പ് നിറമായിരിക്കും ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് കൂടി കഴിയുമ്പോഴായിരിക്കും മറ്റേതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് അങ്ങോട്ടുള്ള രക്തയോട്ടം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പല ലെവലിൽ ഓഫ് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ കൈക്കും സെൻസറി വരാം, മോട്ടോർ വരാം. മോട്ടോർ ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസിലിലേക്ക് കൊടുക്കുന്ന നോസ് ഉണ്ടല്ലോ,
അതിലേക്ക് ആ നെർവ്സിൻ്റെ രക്തക്കൊഴലുകൾക്കും മസിലിന് തന്നെ വരുന്ന ഡാമേജാണ്. പലരും ഈ ഡയബറ്റീസ് വന്നു കഴിയുമ്പോൾ മസിലൊക്കെ അങ്ങ് വീക്കായി പോകും, തീരെ ശോഷിച്ചു പോകും. വണ്ണം ഉണ്ടാവും, പക്ഷെ മസിൽ തീരെ വീക്കായിരിക്കും. അപ്പം ഒന്നും ചെയ്യാനുള്ള ഒരു എനർജിയും ആരോഗ്യവും ഉണ്ടാവില്ല. അതാണ് അവർക്ക് വരുന്നത്. അപ്പം പെട്ടെന്ന് ക്ഷീണം വരും, അല്ലെങ്കിൽ ആ മസിലങ്ങ് വീക്കായി പോകും. അപ്പം എവിടുത്തെ നെർവ്സിന് വേണേലും ബാധിക്കാം. അതുപോലെ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയും. അത് നമ്മളുടെ ഓട്ടോണോമിക് സിസ്റ്റം, അതായത് നമ്മളുടെ ഹാർട്ട് ബീറ്റ്, ശ്വാസോച്ഛ്വാസം, വയറിലെ ദഹനം, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളറിയാതെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. അതുപോലെ വയറിനകത്തൊരു എൻഡറിക് നെർവസ് സിസ്റ്റം ഉണ്ട്. അതിനുമൊക്കെ ഡാമേജ് വരുമ്പോഴാണ്, എൻഡറിക് സിസ്റ്റത്തിന് ഡാമേജ് വരുമ്പോൾ ഗ്യാസ് കിട്ടുക, കോൺസ്റ്റിപ്പേഷൻ വരിക ഡയബറ്റിക് പേഷ്യൻസിന് വരുന്നത്. പിന്നെ ഹാർട്ടിൻ്റെ കൺട്രോളിലെയൊക്കെ ഉള്ള നെർവ്സിനെ ബാധിക്കുമ്പോഴാണ് നെഞ്ചിടിപ്പ് കൂടുക, അല്ല നെഞ്ചിടിപ്പ് കുറഞ്ഞു പോയിട്ട് ഈ സ്പേസ് മേക്കറൊക്കെ വെക്കേണ്ടി വരുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുമ്പോഴാണ്. അപ്പം ബേസിക്കലി ഇതെല്ലാം രക്തക്കൊഴലുകൾ, ആദ്യം ഈ രക്തം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ രക്തക്കൊഴലുകൾക്കുള്ളിലാണ്. അവിടെ ഈ ഗ്ലൂക്കോസ് കൂടി കൂടി വരുമ്പോൾ ആ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് വെച്ചിട്ടാണ് ശരിക്കും നെർവ്സിലേക്കും അത് എത്തുന്നത്. അതുപോലെ ബ്രെയിനിലെ രക്തക്കൊഴലുകൾക്ക് അത് തന്നെ സംഭവിക്കാം. അതുകൊണ്ടാണ് ബ്രെയിനിൽ ഈ ഡെമെൻഷ്യ, അതായത് ഓർമ്മക്കുറവ് വരുന്നത്, അൽഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസോണിസം, ഇങ്ങനത്തെ ഡീജനറേറ്റീവ് നെർവ് ഡിസീസസ് ഓർ ബ്രെയിനിലെ നെർവ്സിനെ ഇത് ബാധിക്കുമ്പോഴാണ്, ഇത് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓർമ്മക്കുറവും അൽഷിമേഴ്സും ഇതൊക്കെ ഡയബറ്റിക് പേഷ്യൻസിന് കൂടുതൽ വരാനും സാധ്യത അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹിയറിങ്, കാഴ്ച കുറയുന്നത്, ഈ റെറ്റിനോപ്പതി വരുന്നത്, അവിടുത്തെ ഈ റെറ്റിനയ്ക്കകത്തെ നേരി രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് കൊണ്ടിട്ടാണ് ഈ റെറ്റിനോപ്പതി, കാഴ്ചക്കുറവ് വരുന്നത്. പിന്നെ കാറ്ററാക്റ്റും വരാൻ ഡയബറ്റിക് പേഷ്യൻസിന് കൂടുതൽ, നേരത്തെ കാറ്ററാക്റ്റ് വരാനും അതിനും കാരണം ഈ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നത്. പിന്നെ നെഫ്രോപ്പതി വരുമല്ലോ, കിഡ്നിക്ക് പ്രോബ്ലം ഡയബറ്റിക് പേഷ്യൻസിന് വരുന്നതിൻ്റെയും കാരണം അത് തന്നെയാണ്. കിഡ്നിയിലെ ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ വളരെ നേരിയ രക്തക്കൊഴലുകളാണ്. അതിന് ഡാമേജ് വരുമ്പോൾ കിഡ്നിയിലേക്ക് വരും. പിന്നെ ഉള്ളത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് വരുന്നതിൻ്റെ ഭാഗമായിട്ട് മസിലിന് വീക്ക്നെസ് വരുന്നതുകൊണ്ടാണ് ഇവർക്ക് വേച്ച് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ആ പ്രഷർ കൺട്രോളിൻ്റെ കുറവുകൊണ്ട് പ്രഷർ താന്നു പോയി, അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തലകറക്കം വരുന്നത്. പിന്നെ ഹിയറിങ് കുറഞ്ഞു വരുന്നത്, പല ഡയബറ്റിക് പേഷ്യൻസും ഹിയറിങ് കുറഞ്ഞു വരുന്നുണ്ട്. കണ്ണിൻ്റെത് ആദ്യം നമ്മൾ പിന്നെ ശ്രദ്ധിക്കുകയുള്ളൂ. ഹിയറിങ് ശരിക്കും അവനവന് തന്നെ കണ്ണിൻ്റെ, നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് കണ്ണിൻ്റെ ഫണ്ടസ് ചെക്ക് ചെയ്താൽ മാത്രമേ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഹിയറിങ് കുറഞ്ഞു വരുന്നതല്ലാതെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈവൻ നമുക്ക് പഴയ മോഡലാണെങ്കിൽ ഒരു വാച്ച് വെച്ച് കേട്ട് നോക്കിയാൽ മതി, രണ്ട് ചെവിയിലും വെച്ച് കേൾക്കുമ്പം നമ്മൾ ടിക് ടിക് ആ സൗണ്ടിന് വരുന്ന കുറവ് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഹിയറിങ് കുറഞ്ഞു വരുന്നതെന്ന്. അപ്പോൾ തന്നെ നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹിയറിങ് ലോസ് വരുന്നതും ഹിയറിങ് എയ്ഡിലേക്കൊക്കെ പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഈ നേരിയ രക്തക്കൊഴലുകൾ, അതായത് മൈക്രോ വെസൽസിന് വരുന്ന ഡാമേജാണ് ഈ ഇതെല്ലാം വരുത്തുന്നത്. അപ്പം കിഡ്നിയുടേതാണ്, കണ്ണിൻ്റെതാണ്, ഞാൻ ഈ പറഞ്ഞാൽ ഇത് നോക്കാം, ഫണ്ടോസ്കോപ്പി നോക്കാം. കിഡ്നിയുടേതാണ്, റീനൽ ഫങ്ഷനും മൂത്രത്തിൽ ആൽബുമിൻ ഉണ്ടോ എന്നുള്ളതും GFR നോക്കുകയും. പിന്നെ യൂറിക് ആസിഡ് കൂടുമ്പോഴും എല്ലാവരും കരുതും യൂറിക് ആസിഡ് കൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം മുട്ടിനും അവിടെ ഇവിടെയൊക്കെ ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാകും. അപ്പം യൂറിക് ആസിഡ് കൂടി നിൽക്കുമ്പോൾ കരുതും യൂറിക് ആസിഡിൻ്റെ കുഴപ്പം കൊണ്ട് ഗൗട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആർത്രൈറ്റിസ് ആണെന്ന്. പക്ഷെ ഡയബറ്റിക് പേഷ്യൻസും പ്രഷറുള്ളവർക്കൊക്കെ യൂറിക് ആസിഡ് കൂടുകയാണെങ്കിൽ നമ്മൾ പ്രൈമറിലി ശ്രദ്ധിക്കേണ്ടത് കിഡ്നിയുടെ കുഴപ്പം കൊണ്ടാണോ, കിഡ്നി ഫങ്ഷൻ്റെ ഒരു പാർട്ടാണ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് കൂടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു കിഡ്നിക്ക് തകരാറ്, ഡയബറ്റിക് പേഷ്യൻ്റ് യൂറിക് ആസിഡ് കൂടുതലാണ്, കിഡ്നി തകരാറാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള ടെസ്റ്റുകളാണ് നോക്കേണ്ടത്. പിന്നെ ഈ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രക്തക്കൊഴലുകൾക്ക് വന്നു കഴിയുമ്പം ഈ പലപ്പോഴും TMT പോസിറ്റീവ് ആവും, കാർഡിയോമയോപ്പതി, ഹാർട്ടിൻ്റെ രക്തക്കൊഴലുകൾ വീക്കായി എപ്പോഴും ഈ ചെറിയ രക്തക്കൊഴലുകളായിരിക്കും ഡാമേജ് ചെയ്യുന്നത്. അപ്പം ഹാർട്ടിൻ്റെ മയോപ്പതിയോ അല്ലെങ്കിൽ ചെറിയ രക്തക്കൊഴലുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രെസ് ടെസ്റ്റ് എടുക്കും, TMT പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡോക്ടേഴ്സ് പറയും നോ ബ്ലോക്ക്, ഒരു ബ്ലോക്കൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ പിന്നെ അറ്റാക്ക് വന്നിരിക്കും.
അത് അങ്ങനെയുള്ളത് ഡയബറ്റിക് പേഷ്യൻസിന് കാർഡിയോമയോപ്പതിയിലേക്ക്, അതായത് ചെറിയ രക്തക്കൊഴലുകൾക്ക് വന്ന് കാർട്ട് വീക്കായി പമ്പിങ് ഫെയിലിയറും ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഈ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജും ഉണ്ട്. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ ഹാർട്ടിലെ കുറച്ച് നെർവ് സിസ്റ്റം ഉണ്ട്, അതിനകത്ത് വരുന്ന ഡാമേജിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബീറ്റ് കൂടുക, നെഞ്ചിടിപ്പ് വരിക, അല്ലെ ബീറ്റ് കുറഞ്ഞു പോയിട്ട് പേസ് മേക്കർ വയ്ക്കേണ്ടവർ, ഇതൊക്കെ വരുന്നത് ഈ ഒരു ഭാഗമായിട്ടാണ്. പിന്നെ സെക്ഷൽ ഫങ്ഷനെയും ബാധിക്കും. പ്രത്യേകിച്ച് ആണുങ്ങളിൽ ഈ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡയബറ്റിക് പേഷ്യൻസ് പലപ്പോഴും സെക്ഷൽ ഡിസ്ഫങ്ഷനും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും വരാം. അതിന് കാരണം ആ രക്തക്കൊഴലുകൾക്ക് വന്നിരിക്കുന്ന ഡാമേജ്, ആ പമ്പിങ് ഇതിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇറക്ഷനൊക്കെ കിട്ടുന്നത്. അത് കുറഞ്ഞു പോകുമ്പം ആ ഒരു പ്രോബ്ലം വരാം. അത് അവിടുത്തെ നെർവ് സിസ്റ്റത്തിനെയും ബാധിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി രക്തക്കൊഴലുകൾക്കാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ പല്ലിന് കേടുവരുമല്ലോ ഡയബറ്റിക് പേഷ്യൻസിന്, ഈ മോണയ്ക്ക് പഴുപ്പും പല്ലിന് വരുന്നതും. അതും ശരിക്കും പറഞ്ഞാൽ ഈ ജിഞ്ചിവൽ റിസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോണ മുകളിലേക്ക് കയറി പോകുന്നത് പോലെ വരും. അതും ഡയബറ്റീസ് കൺട്രോൾ പൂറാണെങ്കിൽ അതുപോലെ വന്ന് അങ്ങനെ കയറി വന്നിട്ട് അവസാനം പല്ല് ഇളകിപ്പോയി കൊഴിഞ്ഞു പോകുന്നത് പോലെ വരും. പിന്നെ കേടുവരാം, അല്ലാതെ ഈ കേറീസ് പോലെ തുള വന്നിട്ട് അത് വരാം. അതുകൂടാതെ ഇങ്ങനെ പല്ല് ഇളകിപ്പോകുന്ന ഒരു സാഹചര്യവും പെരിയോഡെന്റൽ ഡിസീസ് എന്ന് പറയും. ജിഞ്ചിവൈറ്റിസും ഒക്കെ ഡയബറ്റിക് പേഷ്യൻ്റ് വരുന്നതിൻ്റെയും ഒന്ന് അവിടെ ഇൻഫെക്ഷൻ വന്നിട്ട് വരാം, അതായത് ഗ്ലൂക്കോസ് കൂടി നിൽക്കുകയല്ലേ, അപ്പോൾ ഇൻഫെക്ഷൻ വരാം. അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ട് ഈ ടെർമിനൽ കുഞ്ഞു രക്തക്കൊഴലുകൾക്ക് വരുന്ന അതായത് നമ്മുടെ മോണക്കിലേക്ക് വരുന്ന രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് കൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസിന് പല്ല് നേരത്തെ പോകുകയും വെക്കുന്ന ആർട്ടിഫിഷ്യൽ പല്ലൊക്കെ വയ്ക്കേണ്ടി വരുന്നത്. പിന്നെ ഡയബറ്റിസ് കാരണം ബ്രെയിനിൽ ചെറിയ രക്തക്കൊഴലുകൾക്ക് വരുന്നതിനാണ് അതിൻ്റെ ചെറിയ ചെറിയ അറ്റാക്ക് പോലെ, അതായത് സ്മോൾ രക്തക്കൊഴലുകൾക്ക് വരുമ്പോൾ നമുക്കൊരു സ്ട്രോക്ക് വന്ന പോലെ ഒന്നും തോന്നില്ല, അതിന് സൈലൻറ്റ് സ്ട്രോക്ക് എന്ന് പറയും. അങ്ങനെ മൾട്ടിപ്പിൾ സൈലൻറ്റ് സ്ട്രോക്കുകൾ വന്നു കഴിയുമ്പോഴാണ് ഇത് മെമ്മറി കുറയാനുള്ള ഒരു കാരണം വരുന്നത്. പിന്നെ വേറൊരു ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ, ഈ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഷുഗർ കൂടുന്ന പോലെ തന്നെ ഇൻസുലിനും കൂടുതലായിരിക്കും പലപ്പോഴും. അതിൻ്റെ കൂടെ നമ്മൾ ഈ മരുന്നുകൾ കൊടുത്ത് ഇൻസുലിൻ്റെ അളവ് വീണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്ത് ഇൻസുലിൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈപ്പർ ഇൻസുലിനീമിയ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അതും ഈ സ്മോൾ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുത്താൻ ഈ ഹൈപ്പർ ഇൻസുലിനീമിയ, അതായത് ഹൈപ്പർ ഗ്ലൈസീമിയ, ഗ്ലൂക്കോസ് കൂടുന്ന പോലെ തന്നെ ഇൻസുലിൻ കൂടുന്നതും പ്രോബ്ലം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. ആക്ച്വലി ഈ ഇൻസുലിൻ്റെ അളവ് കൂടി ഇൻസുലിൻ കിഡ്നിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ച് മരുന്ന് എടുത്തു തുടങ്ങുമ്പോഴേക്കും പ്രഷർ വരാൻ തുടങ്ങും. അത് ഇൻസുലിൻ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും, അതായത് സോഡിയം നമ്മൾ മേത്ത് കെട്ടി നിൽക്കാൻ ഇടവരുത്തും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരാൻ കാരണം ഒന്ന് ഗ്ലൂക്കോസാണ്, അതുപോലെ ഈക്വലി ഇതാണ് ഇൻസുലിൻ കൂടുന്നത്. അപ്പോൾ എല്ലാവരുടെയും വിചാരം ബേസിക്കലി ജനറലി പബ്ലിക് എല്ലാം സാധാരണ ജനങ്ങളൊക്കെ കരുതുന്നത് ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ് ഡയബറ്റീസ് വരുന്നതെന്നാണ്. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട 90% ഡയബറ്റിക് പേഷ്യൻസിന് ഇൻസുലിൻ്റെ കുറവില്ല, അവർക്ക് പലരിലും കൂടുതലാണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ഈ വലിയ രക്തക്കൊഴലുകൾക്ക് വരുന്ന, അതായത് കുറച്ചും കൂടെ വലിയ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ആത്രോസ്ക്ലീറോസിസ് വരുന്നത്. അതിൻ്റെ അടിയിൽ ഡാമേജ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് എല്ലാവരും തന്നെ ഓവർ വെയിറ്റ് ആയിരിക്കും, അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ ഉണ്ടാകും, അതിൻ്റെ കൂടെ BP ഉണ്ടാകും. ഇപ്പം ഇതെല്ലാം കൂടെ നമ്മളെ രക്തക്കൊഴലുകൾക്ക് ആഡഡ് ആയിട്ട് കൂടുതൽ ഡാമേജ് വരുത്തുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ അവിടെ ഈ കൊഴുപ്പടിഞ്ഞിട്ട് വരുന്നതാണ് ഈ ബ്ലോക്കുകൾ വരുന്നത്. അതിപ്പോൾ ഹാർട്ടിൻ്റെലേക്ക് ബ്ലോക്ക് വരുവാണെങ്കിലാണ് നമ്മൾ സ്റ്റെൻ്റൊക്കെ ഇട്ട് ആ ബ്ലോക്കിനെ ആ കൊഴുപ്പിനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാനേ നമ്മളൊരു സ്റ്റെൻ്റൊക്കെ ഇടുന്നത് കൊണ്ട് പറ്റുള്ളൂ. ശരിക്കും അതൊന്നും നമുക്ക് കൊഴുപ്പെടുത്ത് കളയാനോ ഇതൊന്നും വരികയില്ല. ഒരു ടെമ്പററി റിലീഫിന് വേണ്ടിയിട്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ. പിന്നെ നമ്മൾ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ ഇതൊക്കെ ചെയ്ത് കഴിക്കുന്നത്. പക്ഷെ എന്തൊക്കെ ചെയ്താലും, നമ്മൾ സ്റ്റെൻ്റ് ഇട്ടാലും ബൈപ്പാസ് ചെയ്താലും ഒക്കെ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് മറ്റുള്ളയിടത്തും വരും. കാരണം നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് 60,000 മൈൽസാണ് നമ്മുടെ രക്തക്കൊഴലുകളുടെ ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ നീളമുള്ള സ്റ്റെൻറ്റുകൾ ഇട്ടാലും അത് കുറച്ച് ഭാഗത്തിനല്ലേ വരുള്ളൂ.
അപ്പോൾ എല്ലാ ഭാഗത്തിലൊന്നും നമുക്ക് സ്റ്റെൻറ്റ് ഇട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വൺസ് സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും അറ്റാക്ക് വരുന്നതും പിന്നെ സ്റ്റെൻറ്റ് ഇടേണ്ടി വരുന്നതും അല്ല പിന്നെ ബൈപ്പാസിലേക്ക് പോകേണ്ടി വരുന്നതും. അതുപോലെ ചിലപ്പോൾ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെൻറ്റ് ഇടാറുണ്ട്. നമ്മളങ്ങനെ പേഷ്യൻറ്റിനെ കാണാറുണ്ട്. ചിലർ ഒന്ന് സ്റ്റെൻറ്റ് ഇട്ടു, പിന്നെയും ഇട്ടു, പിന്നെ ബൈപ്പാസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ചില പേഷ്യൻസ് ഇതിന് നിയർ ഒരു വർഷത്തിനുള്ളിൽ തന്നെ റിപ്പീറ്റ് ബൈപ്പാസ് ചെയ്യണമെന്ന് പറയുന്ന പേഷ്യൻറ്റിനെ പോലും നമ്മൾ കാണാറുണ്ട്. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ആ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ രക്തക്കുഴലിന് ഡാമേജ് വരുന്ന എന്താണെന്ന് നോക്കി കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ പിന്നെയും റിക്കറൻസ് വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഫൈനലി ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഫ്യൂച്ചറിൽ ഒരു അറ്റാക്കും കൂടെ വരാതെ അപ്പോഴത്തേക്ക് മാത്രമേ ഈ സ്റ്റെൻറ്റും ബൈപ്പാസും ഒക്കെ ഗുണം ചെയ്യുള്ളൂ. ഫ്യൂച്ചറിലേക്ക് നമുക്ക് വരാതിരിക്കണമെന്നുണ്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കൂടെ കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡയബറ്റിക് മയോനെക്രോസിസ് എന്ന് പറയും. അതിൽ മസിലിൻ്റെ വേസ്റ്റിംഗ് വരുന്നതാണ്. അതും ഈ രക്തക്കുഴലിന് മസിലിൻ്റെ രക്തക്കുഴലിനും ഉണ്ടാവും, ന്യൂസിൻ്റെ രക്തക്കുഴലിനും കൂടെ വരികയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കാണ് ബേസിക്കലി ഈ കാലിലേക്കുള്ള രക്തക്കൊള്ളികൾക്കൊക്കെ വരുമ്പോഴാണ് പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. അത് ഡയബറ്റിക് പേഷ്യന് കൂടുതൽ അതിൻ്റെ കൂടെ ഈ ഡയബറ്റീസ് കൊണ്ടുള്ള സെൻസറി ഡെഫിസിറ്റും ഒക്കെ കൂടെ വന്നിട്ടുണ്ടാവും. പിന്നെ മസിൽ വീക്ക്നെസ്സും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴവർക്കാണ് പലപ്പോഴും കുറച്ചും ദൂരം നടക്കുമ്പോഴേക്കും കാലിന് കഴപ്പ് വരുന്നു. അത് ഇൻ്റർമീഡിയറ്റ് ക്ലോഡിക്കേഷൻ എന്ന് പറയും. അത് ഒരു സിംറ്റം. അത് മസിലിന് മേലിൽ വരുന്ന മസിലിൻ്റെ രക്തോട്ടം കിട്ടാതെ വരുന്നതാണ്. അതുകൂടാതെ നമുക്ക് പിന്നെ ഡയബറ്റിക് ഫുട്ട് എന്ന് പറയുമ്പോൾ സെൻസേഷൻ കുറഞ്ഞു. പിന്നെ അവിടെ ചിലർക്കൊക്കെ ഇങ്ങനെ ആണി പോലെ കാലിന് ഇങ്ങനെ സ്കിൻ കട്ടിപ്പായിട്ട് വരും, ആണി വരിക എന്നൊക്കെ പറയല്ലേ. അതുപോലെ അതിൻ്റെ പല ഫോർമാറ്റുകൾ ഡയബറ്റിക് ഫുട്ടിൻ്റെ ഭാഗമായിട്ട് വരാം. പിന്നെ ഡയബറ്റിക് ഡെർമോപ്പതി എന്ന് പറയും. കാലിലൊക്കെ ചൊറിച്ചിൽ അല്ലെങ്കിൽ കളർ വ്യത്യാസം വരിക, പാച്ചസ് വരിക, ഇതൊക്കെ വരാം. പിന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി സംബന്ധം അത് നമ്മുടെ പ്രത്യുൽപാദനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലേഡീസിനാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഡയബറ്റീസ് നമ്മുടെ ഫെർട്ടിലിറ്റി കുറയ്ക്കും. ലേഡീസിന് പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്താണ് പ്ലാസൻ്റയിലേക്കുള്ള സർക്കുലേഷന് കുറവ് വരും. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസിന് ചാൻസ് കൂടുതലായിരിക്കും. ഒന്ന് ഷുഗർ കൺട്രോൾ ബുദ്ധിമുട്ടാകും. കാരണം ആ പ്രഗ്നൻസി ഹോർമോൺസ് എല്ലാം വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. പിന്നെ വെയിറ്റ് ഗെയിൻ വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും ഡയബറ്റിക് കൺട്രോൾ പോകും. അതുകൊണ്ട് ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് 100% നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിലൊക്കെ അതും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലാണല്ലോ പ്രഗ്നൻസിക്കൊക്കെ നോക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഷുഗർ കൺട്രോളാക്കി HbA1c 5.5 ആയിട്ട് മരുന്നില്ലാതെ ഷുഗറും ഇൻസുലിനെടുത്ത് പിന്നെ പ്രഗ്നൻസിൽ സാധാരണ നമുക്ക് ഓറൽ ടാബ്ലറ്റ് ആയിട്ടുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രഗ്നൻസിയിലാണെങ്കിൽ ആകെ ഇൻസുലിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു നേരമോ 2 നേരമോ ഇൻസുലിൻ നിൽക്കുന്ന ആളാണെങ്കിലും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ 4 നേരം ഇൻസുലിൻ എടുക്കേണ്ടി വരും. ഇൻസുലിൻ എടുക്കുമ്പം ഷുഗർ താഴും, അത് കഴിയുമ്പോൾ പിന്നെ കൂടും. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ പ്രഗ്നൻസി ആയിരിക്കും അങ്ങനെ വന്നാൽ. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഡയബറ്റീസ് റിവേഴ്സ് ചെയ്തിട്ട് മാത്രമേ പ്രഗ്നൻസിക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ അമ്മയ്ക്കും റിസ്ക്കാണ്, കുഞ്ഞിനും റിസ്ക്കാണ്. അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് എന്താണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതിൽ നോക്കിയാൽ, ഒന്ന് നമ്മളിങ്ങനെ ന്യൂറോപ്പതിയോ ഇതൊക്കെ സസ്പെക്ട് ചെയ്യുമ്പോൾ ഡയബറ്റീസിന് ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. അതിൽ ബ്ലഡ് ഷുഗർ നോക്കണം, അതുപോലെ HbA1c അത് നമ്മൾ 3 മാസത്തെ ആവറേജ് നോക്കണം. പിന്നെ ഇൻസുലിൻ ലെവൽ നോക്കണം. ഷുഗറും ഇൻസുലിനും ഒരു ഷുഗർ 110 നിൽക്കുന്ന ഒരാൾക്ക് ഇൻസുലിൻ്റെ ലെവൽ ഒരു 5-6 വരാൻ പാടുള്ളൂ, 4-5 മതിയാവും. അപ്പം ഇപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് അല്ല ടൈപ്പ് 2, അപ്പം HbA1c ഒക്കെ നോർമൽ ആണെങ്കിൽ പോലും ഷുഗർ 140 ഉള്ളെങ്കിൽ അവരുടെ ഇൻസുലിൻ ലെവൽ 100-150 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് അവിടെ പ്രീ ഡയബറ്റിക് ആയെന്നാണ്. അപ്പം ഡയബറ്റീസ് വരാൻ പോകുന്നു എന്ന് അറിയണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസുലിൻ ലെവൽ നോക്കുക എന്നുള്ളതാണ്. അപ്പം ഇൻസുലിൻ ലെവൽ കൂടുന്നുണ്ടോ അതിൻ്റെ അർത്ഥം ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു തുടങ്ങിയെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം എത്തിക്കഴിയുമ്പോഴേ HbA1c കൂടാൻ തുടങ്ങുള്ളൂ. HbA1c 5.7 മുകളിലേക്ക് 5.7 ഓർ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.4 വരെയുള്ളത് പ്രീ ഡയബറ്റിക്, 6.4 മുകളിലാണ് ഡയബറ്റിക് എന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റ് ഇത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും. കാരണം നമ്മൾ പുറത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ.
അപ്പോൾ അവർക്ക് വേണ്ടത് സി പെപ്റ്റൈഡ് ആണ് നോക്കേണ്ടത്. അപ്പോൾ സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ പ്രോ ഇൻസുലിൻ എന്ന് പറയും. അത് നമുക്ക് പുറത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത് നമ്മൾ ഇൻസുലിനാണ്. ഇപ്പോൾ ഒരു പ്രോ ഇൻസുലിൻ അല്ല, സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോ ഇൻസുലിനിൽ നിന്ന് പിന്നെ ഇൻസുലിനിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടങ്ങ് മാറ്റും. അതിനെയാണ് സി പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ പാൻക്രിയാസ് എത്ര ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇഞ്ചെക്ട് ചെയ്തുള്ളതും നമുക്ക് മൊത്തത്തിലുള്ളതേ അറിയാൻ പറ്റുള്ളൂ ഇൻസുലിൻ നോക്കുമ്പോൾ. നമ്മൾ എത്ര ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസ് എത്ര ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ അളവാണ് ഈ സി പെപ്റ്റൈഡ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ഹെൽത്ത് സ്റ്റാറ്റസ് അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഓരോ ഓർഗനും എത്ര ഡാമേജ് വന്നിട്ടുണ്ടെന്ന്. ഡയബറ്റിസ് ഓരോ കണ്ണിനെ എത്ര ഡാമേജ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ കാഴ്ച നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റണമെന്നില്ല, റെറ്റിനോസ് പഠിക്കണം. അതിനൊരു ഒഫ്താൽമോളജിസ്റ്റ് തന്നെ അത് വെറുതെ നമ്മൾ വായിച്ചു നോക്കിയിട്ടുള്ള ലെൻസിന്റെ പവർ നോക്കിയിട്ട് കാര്യമില്ല. പവറല്ല, ഡയബറ്റിസ് ഡാമേജ് മെയിൻലി ചെയ്യുന്നത് റെറ്റിനയിലാണ്. അതിന് നമ്മൾ ഈ കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യില്ല, ആ ടെസ്റ്റാണ് വേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ ഹാർട്ടിനെ എത്ര എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ TMT നോക്കാം. പിന്നെ ഒരു ട്രോപ്പോണിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അതായത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി എത്രയാണെന്ന് അസസ് ചെയ്യാൻ. പിന്നെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ HSCRP, അതൊരു കാർഡിയാക് മാർക്കറാണ്. പിന്നെ വേറെ ഫ്യൂ മോർ കാർഡിയാക് മാർക്കേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കൊളസ്ട്രോൾ, ഒരു മേജർ കൊളസ്ട്രോൾ അല്ല, ലൈപ്പിഡ് പ്രൊഫൈല്, അപ്പോൾ അതുപോലെ ലൈപ്പോപ്രോട്ടീൻ, അങ്ങനെ പല ടെസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ ഹാർട്ടിൻ്റെ കാര്യം അറിയുന്നത്. പിന്നെ ഹാർട്ടിൻ്റെയും രക്തക്കുഴലുകളുടെയും ഇതറിയാൻ വേണ്ടിയിട്ടൊന്നും പിന്നെ ഹാർട്ടിൻ്റെ എക്കോ കാർഡിയോഗ്രാം ചെയ്യാം, ഹാർട്ടിൻ്റെ അൾട്രാസൗണ്ട് ടെസ്റ്റ്. പിന്നെ രക്തക്കുഴലുകളിൽ എത്ര കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്ന് അറിയാനായിട്ട് CIMT ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഹാർട്ടിനെ അറിയാനായിട്ട്. പിന്നെയുള്ളത് ആൻജിയോഗ്രാമാണ്. ആൻജിയോഗ്രാമും രക്തക്കുഴൽ, ഇപ്പം നമ്മളുടെ സ്ട്രോക്കിന് വരാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ കരോട്ടിഡ് ആൻജിയോഗ്രാം ചെയ്യാം. ഹാർട്ടിൻ്റെത് അറിയാനായിട്ട് കൊറോണറി ആൻജിയോഗ്രാം ചെയ്യാം. പിന്നെ കാലിലേക്ക് സർക്കുലേഷൻ കുറഞ്ഞോ എന്നൊക്കെ കാണുകയാണെങ്കിൽ കാലിലേക്കുള്ള ഫെമറൽ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യാം. എന്നിട്ട് അവിടെയൊക്കെ നമുക്ക് സ്റ്റെൻറ്റ് ഇടാൻ പറ്റും. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം സ്റ്റെൻറ്റുകളൊക്കെ ഇടാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ ഒരു ഫോറിൻ ബോഡിയാണല്ലോ. പിന്നെ ഓൾറെഡി ഡയബറ്റിക് പേഷ്യൻറ്റിന് ഈ ആൻജിയോഗ്രാമിലേക്കൊക്കെ പോകുമ്പോൾ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻജിയോഗ്രാം ചെയ്യണമെങ്കിൽ ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യണം, അതായത് നമുക്ക് ആ ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡൈ നമുക്ക് ഓൾറെഡി ഡയബറ്റിക് പേഷ്യൻറ്റിന് കിഡ്നി ഡാമേജ്ഡ് ആയിരിക്കും. എന്തായാലും കുറച്ച് ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നിട്ടുണ്ടാകും. ഒന്നെങ്കിൽ ആൽബുമിനൂറിയ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ GFR കുറഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ ഏതെങ്കിലും ഒന്നില്ലാത്ത ഡയബറ്റിക് ഒരു 5-6 വർഷമായിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻറ്റ്, പ്രത്യേകിച്ച് ഒരു ഹാർട്ടിന് റിസ്ക് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ഡയബറ്റീസ് കൊണ്ട് വന്നത് രക്തക്കുഴലുകൾക്കാണല്ലോ. ഇതുപോലെ നേരിയ രക്തക്കുഴലുകളാണ് കിഡ്നിയിലുള്ളത്, അവരെയും ഡാമേജ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ അനുമാനിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവർ ഈ ആൻജിയോഗ്രാമിന് ചെയ്യുന്നത് നമ്മുടെ കിഡ്നി ഫങ്ഷൻ ഉള്ളതുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പലരെയും നമ്മൾ കാണാറുണ്ട് റെഗുലറായിട്ട്. പലപ്പോഴും കിഡ്നി ഫെയിലിയർ ആയിട്ടായിരിക്കും പേഷ്യൻ്റ് ഒരു ആൻജിയോഗ്രാം ചെയ്തു, നെഞ്ചുവേദനയായിട്ട് ചെന്നു, ആൻജിയോഗ്രാം ചെയ്തു, പിന്നെയാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കിഡ്നി ഫെയിലിയറിലേക്ക് പോയി ഡയാലിസിസിലേക്ക് പോകുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് എപ്പോൾ ആൻജിയോഗ്രാം വേണമെന്ന് പറഞ്ഞാൽ, നമുക്ക് നെഞ്ചുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ICU കിടക്കാം, നമ്മൾ സ്റ്റേബിൾ ആവുന്നവരെയൊക്കെ ചെയ്യാം. പക്ഷെ ആൻജിയോഗ്രാം ചെയ്യുന്നത് സൂക്ഷിക്കണം, ശരിക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ലൈക്ക് ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഇൻസുലിൻ എടുക്കുന്നതും മരുന്നുകൾ കഴിക്കുന്നതും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ആൻജിയോഗ്രാമും ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് കിഡ്നിയുടെ ഫങ്ഷൻ അറിയാൻ നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഒരു ഗ്രൂപ്പുണ്ട്. നമ്മൾ യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, GFR, പിന്നെ യൂറിൻ തന്നെ ടെസ്റ്റ് ചെയ്യുക. യൂറിൻ ആൽബുമിനൂറിയ ഉണ്ടോ, അല്ലെങ്കിൽ RBCs, കാസ്റ്റ്. മിക്കവാറും ഈ കിഡ്നി പേഷ്യൻസ്, ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ സ്റ്റോണിന് സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റോൺ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു അബ്ഡോമിനൽ സ്കാൻ നോക്കുക. അപ്പോൾ കിഡ്നിയുടെ കണ്ടീഷൻ അറിയാം. മിക്കവാറും ഈ പേഷ്യൻസിനൊക്കെ തന്നെ ലിവറിനെ ഡാമേജ് ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടോ, അപ്പം ഓവറോൾ നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയൊക്കെ ഒരു സ്കാൻ വഴി നമുക്കറിയാൻ പറ്റും. പിന്നെ നമുക്ക് നെർവ്സിന് തന്നെ ഡാമേജ് വന്നിട്ടുണ്ട്. നമ്മുടെ പെരിഫറൽ ന്യൂറോപ്പതിയാണല്ലോ പറയുന്നത്. നെർവ്സിന് നമ്മൾ എല്ലാ നെർവ്സിനും നമ്മൾ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിലെ നെർവ്സിനെയോ അല്ലെ എൻട്രിക് നെർവ് സിസ്റ്റത്തിനെയോ ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ എളുപ്പമല്ല, അതൊക്കെ സിംറ്റംസ് വഴി കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മളുടെ ഈ കാലിലേക്കും ഒക്കെ ഉള്ളത് നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി വെച്ചിട്ട് ചെയ്യാം. അതാണ് പലതരം ടെസ്റ്റുകളും ചെയ്യലും. പിന്നെ കേൾവിയുടെ കാര്യം അറിയാൻ ഹിയറിംഗ് ടെസ്റ്റ് നോക്കിയാൽ മതി. കണ്ണിൻ്റെ നമ്മൾ റെറ്റിന പറയുന്നു. പിന്നെ റെറ്റിന നോക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ ഗ്ലോക്കോമ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളവർക്ക് ഗ്ലോക്കോമയ്ക്കുള്ള ചാൻസും കൂടുതലായിരിക്കും. അത് ഒരു പരിധി വരെ രക്തക്കുഴലുകൾക്ക് ഡാമേജ്, കാരണം ഈ സിലിയറി ബോഡി ആണ് നമ്മൾ കൺട്രോൾ ഓഫ് ബ്ലഡ് പ്രഷറൊക്കെ, ഈ കണ്ണിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുന്നതാണല്ലോ ഗ്ലോക്കോമ. അപ്പം ആ മെക്കാനിസത്തിനെ നമ്മളുടെ ഈ ഷുഗർ കൂടുന്ന എഫക്റ്റ് ചെയ്യും. അപ്പം ഡയബറ്റിക് പേഷ്യൻസിന് കണ്ണിൻ്റെ ലെൻസിന് ഡാമേജ് വരുന്ന കാറ്ററാക്ട് വരാനും അതുപോലെ ഗ്ലോക്കോമ വരാനും ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മളെ ബ്രെയിനിൻ്റെ അറിയാനായിട്ട്, കാരണം നമ്മൾ സിംറ്റംസ് വൈസ് ഡെമെൻഷ്യ, ഇറിറ്റബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, ഇതൊക്കെ ഡയബറ്റിക് പേഷ്യൻസിന് കൂടി വരെയായിരിക്കും ഈ ബ്രെയിൻ ഡാമേജ് വരുന്നത്. അതിന് നമ്മൾ MRI പോലെയുള്ള ടെസ്റ്റുകളാണ് ആവശ്യം വരികയാണ് ചെയ്യേണ്ടത്. ശരിക്കും അവിടെ ആണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ളത് ചെയ്യാതിരിക്കുക. നമ്മുടെ ബ്രെയിനിന് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനില്ല, ഷുഗർ കൺട്രോൾ ചെയ്ത് അതിനെ എങ്ങനെയെങ്കിലും ഡ്രൈവ് ചെയ്തെടുക്കാം എന്നുള്ളത് മാത്രമാണ് ചെയ്യാവുന്നത്. പക്ഷെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സാധ്യമാകുന്നതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അതിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളതും, പോയാൽ തന്നെ കുറേയൊക്കെ നമുക്ക് ന്യൂറോപ്പതി ആണെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നെർവ്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂറോപ്പതി വരുമ്പോൾ നമ്മളുടെ ഈ നെർവ്സിനെ ചുറ്റി എല്ലാ നെർവിനെയും, ബ്രെയിനിൻ്റെ ആണെങ്കിലും പുറത്തെ ആണെങ്കിലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഗ്ലയൽ സെൽസ് ഉണ്ട്. അപ്പം നെർവ് സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20% ഉള്ളൂ നെർവ് സെൽസ്, ബാക്കി 80% ഗ്ലയൽ സെൽസ്, അതിന് പ്രൊട്ടക്റ്റീവ് സെൽസാണ്. അപ്പം ഇമ്പാക്റ്റ് വരുന്നത് ശരിക്കും അവരാണ് എടുക്കുന്നത്. എല്ലാ രക്തവും അവർ എങ്ങനെയെങ്കിലും നെർവ്സിന് വേണ്ട ഓക്സിജനും ന്യൂട്രീഷനും എല്ലാം കൊടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഈ തുടക്കത്തിൽ ഈ പുകച്ചിൽ അല്ലെങ്കിൽ തരിപ്പ് അല്ലെ കുറച്ച് സെൻസേഷൻ കുറവൊക്കെ വരുമ്പോഴേക്കും അതിന് ഗ്ലയൽ സെൽസിന് ഡാമേജ് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കറക്റ്റ് ന്യൂട്രീഷനും കറക്റ്റ് എക്സസൈസും ഒക്കെ കൊടുത്ത് ഗ്ലൂക്കോസ് കൺട്രോളും ചെയ്യുകയാണെങ്കിൽ ഈ നെർവ്സിനെ നമുക്ക് തിരിച്ച് റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പല ഡയബറ്റിക് പേഷ്യൻസിനും കാണാൻ സെൻസേഷനും ഒക്കെ പോയി പോച്ചിലൊക്കെ ഇതിൻ്റെ വീക്ക് തന്നെ ഈ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. പെരുപ്പുമ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് പോയി വരാൻ സമയം എടുക്കുന്നിരിക്കും. പക്ഷെ ഉറങ്ങാൻ മേലാതെ വെള്ളത്തിലൊക്കെ, ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലൊക്കെ മാറി കല്ലും ഒക്കെ വെച്ച്, കാരണം പോച്ചിൽ കാരണം ഉറങ്ങാൻ പറ്റാത്തവരുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ വിതിൻ 1 or 2 weeks തന്നെ നല്ല റിലീഫ് കാണുന്നുണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഈ നെർവ്സിന് വേണ്ട ന്യൂട്രീഷൻ കൊടുത്ത് അതിൻ്റെ ഈ ഗ്ലയൽ സെൽസിന്, നെർവ് സെൽസിൻ്റെ ഡാമേജ് റിപ്പയർ ചെയ്യാനും ഗ്ലയൽ സെൽസിനെ പുതിയതുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു സിംറ്റമാറ്റിക് റിലീഫും കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡയബറ്റീസിനും ഡയബറ്റിക് ന്യൂറോപ്പതിയുടെയും ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഇപ്പം ജനറലി ഡയബറ്റിക് ന്യൂറോപ്പതി വരുമ്പോൾ നമ്മുടെ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മരുന്ന് കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് വേദന വരുമ്പോൾ ഒരു ഗ്യാബാപെൻറ്റിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ബ്രെയിനിനെ അല്ലെ നെർവ്സിനെ ഒന്ന് ക്വയറ്റൻ ചെയ്യുന്ന പല മറ്റു കാര്യങ്ങൾ, സൈക്കാട്രിക് മെഡിസിനായിട്ടും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഗ്യാബാപെൻറ്റിൻ എന്നൊക്കെ പറഞ്ഞ്. അതൊരു പെയിൻ കില്ലർ പോലെ ന്യൂറോളജിക്കൽ പെയിനിന് ചിലർക്ക് ഇഫക്റ്റീവാണ്. പക്ഷെ പലരും നമ്മൾ കാണാറുള്ളതൊന്നും വലിയ കാര്യമായിട്ട് ഇഫക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ആകെ ഫ്യൂ മെഡിസിൻസേ ഉള്ളൂ ഇതിനൊക്കെ കൊടുക്കാൻ. അല്ലാതെ നമ്മുടെ സാധാരണയുള്ള പെയിൻ കില്ലേഴ്സ് ഇതിന് ഒട്ടും ഏൽക്കില്ല. അതുകൊണ്ട് ഡോക്ടേഴ്സ് കൂടുതലും കൊടുക്കുന്നത് അതാണ്. പക്ഷെ പലർക്കും അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടാറില്ല എന്നുള്ളതാണ്. പിന്നെ ഡയബറ്റീസിനുള്ള മെഡിസിൻ ഉണ്ടാവും. അതും എല്ലാം തന്നെ നമ്മൾ ഷുഗർ കൂട്ടാനുള്ള, ഇൻസുലിൻ കൂട്ടി ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഡിസ്ലൈപ്പിഡീമിയ ഉണ്ടാവും. അപ്പം ഡിസ്ലൈപ്പിഡീമിയയിൽ ഏറ്റവും പ്രോബ്ലം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡാണ്, കൊളസ്ട്രോൾ അല്ല. കൊളസ്ട്രോൾ ഒരു മെറ്റബോളിക് എററിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം ഈ നമ്മളിപ്പോഴും എടുക്കുന്നത് ഈ തരുന്ന മരുന്നുകൾ മിക്കവാറും തന്നെ ഈ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനേ ബെനിഫിറ്റ് ആവുള്ളൂ. അതായത് ഈ സ്റ്റാറ്റിനൊക്കെ നമ്മൾ കൊളസ്ട്രോൾ സിന്തസിസ് റെഡ്യൂസ് ചെയ്യണം.
കാര്യമായിട്ട് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ്. അത് കൺട്രോൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം തന്നെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ഭക്ഷണത്തിലെ കൊഴുപ്പ് കുറച്ച് ട്രൈഗ്ലിസറൈഡ് തന്നെ കൺട്രോൾ ആയിക്കോളും. കൊളസ്ട്രോള് മറ്റേ ഷാരിനൊക്കെ എടുത്താൽ കൊളസ്ട്രോൾ കുറയുന്നേ ഉള്ളൂ. അപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഒക്കെ കാണിക്കുന്ന കൊളസ്ട്രോൾ അല്ല കൂടുതൽ വില്ലനായിട്ട് വരുന്നത്, ട്രൈഗ്ലിസറൈഡ് ആണെന്നുള്ളതാണ്. ട്രൈഗ്ലിസറൈഡ് നോർമലായിട്ട് നിൽക്കുകയും HDL നോർമലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റാറ്റിനൊന്നും എടുക്കേണ്ട ഒരു ശരിക്കും പറഞ്ഞാൽ ആവശ്യം വരുന്നില്ല. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊളസ്ട്രോളിന് മരുന്ന് കൊടുക്കുന്നത് കാണാറുണ്ട്. അതുപോലെ BP ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും BPക്ക് മരുന്ന് കൊടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് മിക്കവാറും കുറച്ച് നാൾ ഇൻസുലിൻ ഡയബറ്റിക് മെഡിസിൻ എടുത്ത് കഴിയുമ്പോഴേക്കും BP ഉണ്ടായിട്ടുണ്ടാവും മിക്കവാറും പേർക്ക്. പിന്നെ ഉള്ളത് ബ്ലഡ് തിന്നേഴ്സ് ആണ്. അപ്പോൾ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒക്കെ കൂടെ ഉള്ളപ്പോൾ ഈ പേഷ്യൻസിന് ഒരു സേഫ്റ്റി എന്നും പറഞ്ഞ് ഡോക്ടേഴ്സ് മിക്കവാറും ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രോ പോലെയുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴേലും ഒരു നെഞ്ചുവേദന എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുമ്പം BP ഉള്ളവർക്ക് അതൊരു റിസ്ക്കാണ്. കാരണം ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുമ്പം BP കൂടുകയാണെങ്കിൽ നമുക്ക് ഹെമറാജിക് സ്ട്രോക്ക്, അതായത് രക്തക്കൊഴൽ പൊട്ടി ബ്ലഡ് പുറത്തേക്ക് വരുന്നതുകൊണ്ടുള്ള സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നത് ഫാറ്റി ലിവർ ഉള്ള മിക്കവാറും ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് ഈ സ്റ്റാറ്റിൻസ് എടുക്കുന്നത് ശരിക്കും നല്ലതല്ല. ഫാറ്റി ലിവറോ ലിവർ പ്രോബ്ലംസോ ഉള്ളവർക്ക് ഈ കൊളസ്ട്രോളിനുള്ള മരുന്ന് കഴിക്കുന്നത്, അതായത് സ്റ്റാറ്റിൻസ് കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ പ്രത്യേകിച്ച് അവർക്ക് ഡയബറ്റിക് പേഷ്യൻസിന് എപ്പോഴും മസിൽ വീക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് ഈ സ്റ്റാറ്റിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റ് വരാവുന്ന, മസിലിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം. ഈവൻ മയോപ്പതി, ഓട്ടോഇമ്യൂൺ മയോപ്പതിയൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വെരി റെയർ ആണെങ്കിലും ഉണ്ടാകുന്ന ഒരു ഇതാണ്. നെക്സ്റ്റ് പിന്നെയുള്ളത് ഉള്ള മരുന്നുകൾ ഡയബറ്റീസിന് ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സർജിക്കലായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റിൽ മേജർ ബ്ലഡ് വെസൽസിനൊക്കെ എന്തെങ്കിലും ഡാമേജ്, കാലിലേക്കുള്ള രക്തക്കൊഴലുകൾ അടവാന്നും പറഞ്ഞ് അപ്പോൾ ഒരു ഫ്യൂ ഇയേഴ്സേ ആയിട്ടുള്ളൂ കാലിൽ രക്തക്കൊഴലുകളിലേക്കൊക്കെ സ്റ്റെൻറ്റ് ഇടുന്ന ഒരു ഇത് കാണുന്നത്. പക്ഷെ പലർക്കും സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ ബെനിഫിറ്റ്, കാരണം അങ്ങോട്ട് പോകുമ്പോഴേക്കും രക്തക്കൊഴൽ ചെറുതാകുകയാണ്. അപ്പോൾ നമ്മൾ മേജർ രക്തക്കൊഴൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ താഴത്തെ രക്തക്കൊഴലുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ സ്റ്റെൻറ്റ് ഇട്ടാലും വലിയ ബെനിഫിറ്റ് ഒന്നും കാണാറില്ല. ഒന്ന് കുറച്ച് ദിവസത്തേക്ക് അവർക്കൊരു ആശ്വാസം പെട്ടെന്നൊന്ന് കിട്ടിയെന്നിരിക്കും. പക്ഷെ സ്റ്റെൻറ്റ് ഇട്ട് അങ്ങനെ തീരെ രക്തഓട്ടം കുറഞ്ഞ് സ്റ്റെൻറ്റ് ഇട്ട് ഒന്ന് കൂട്ടിയാലും അവർ ശ്രദ്ധിക്കുന്നത് ഫൈനല് അതൊരു ലാസ്റ്റിംഗ് ഇഫക്റ്റ് കിട്ടണമെങ്കിൽ ഒപ്പം തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനും കൂടെ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാവുന്നുണ്ടെങ്കിൽ സ്റ്റെൻറ്റ് ഇട്ടില്ലെങ്കിൽ തന്നെ ഇടാതെ തന്നെ ചെയ്യാം. പിന്നെ സ്റ്റെൻറ്റ് ഇടാൻ പോകുമ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രോബ്ലമാണ്, കിഡ്നിക്ക് ഡാമേജ് വരാം. കിഡ്നി ഓൾറെഡി കോംപ്രമൈസ്ഡ് ആയിരിക്കും. കാലിലെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി കിഡ്നിയിൽ ഡാമേജ് വന്നിട്ടുണ്ടാവും. അതാണ്. പിന്നെ അതുപോലെ ഹാർട്ടിനാണെങ്കിൽ ബൈപ്പാസ്, സ്റ്റെൻറ്റ്, ഇതൊക്കെയാണ് ഹാർട്ടിൽ ഏതിനാണെങ്കിലും ചെയ്യുന്നത് സാധാരണ. പിന്നെ എൻഡ് സ്റ്റേജ് കിഡ്നി കംപ്ലീറ്റ്ലി ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതർ ഡയാലിസിസ് അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റ്. അതുപോലെ തന്നെ ഹാർട്ടിന് ഫുള്ളി ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. പിന്നെ ഒത്തിരി ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർക്കാണ് വെയിറ്റ് റിഡക്ഷൻ, അതായത് ഡയബറ്റീസിൻ്റെ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണല്ലോ, അതായത് കൊഴുപ്പ് കൂടി വെയിറ്റ് കൂടിയിരിക്കുന്നത്. അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ബെറിയാട്രിക് സർജറിയാണ് ചെയ്യുന്നത്. പക്ഷെ ബെറിയാട്രിക് സർജറി ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് വെയിറ്റ് കുറഞ്ഞെന്നിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാലും ഫുഡ് കൺട്രോളും എക്സസൈസും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടിയില്ല, അത് പിന്നെ വെയിറ്റ് കൂടിപ്പോകും. അപ്പം ശരിക്കും നമ്മളൊരു ഫോഴ്സ്ഫുള്ളായിട്ട് ഫുഡ് കഴിപ്പിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഒരു 3-5-6 മാസം ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും കഴിച്ചു തുടങ്ങുമ്പോഴേക്കും വീണ്ടും വെയിറ്റ് വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ആക്ച്വലി അതും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് കൺട്രോളുണ്ടെങ്കിൽ. രോഗി തന്നെ ഫുഡൊക്കെ ഒന്ന് ഇത് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഈ ബെറിയാട്രിക് സർജറി, ഈ സർജറികളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെയുള്ളത് എന്തെങ്കിലും ഈ മുറിവൊക്കെ വന്ന് അൾസറൊക്കെ വന്നു കഴിയുമ്പോൾ അതിലാണ് നമ്മൾ ആംപുറ്റേഷനിലേക്കും അൾസർ കെയറിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ അൾസറുള്ള പേഷ്യൻസിന് ഇവൻ ആംപുറ്റേഷൻ ഡോക്ടേഴ്സ് തന്നെ പറയാനുണ്ടായി. ഡയബറ്റിക് ഫുഡിൻ്റെ ഒക്കെ സർജറീസും ഒക്കെ ചെയ്യുന്ന ഡയബറ്റിക് പൊഡിയാട്രിക് സർജൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഡയബറ്റിക് സർജൻസ്. അപ്പോൾ അവർ കാലിൽ മാത്രം നോക്കുന്നവരായിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ളവർ പറയാറുണ്ട് മിക്കവാറും ആർക്കും ഒരു വിരൽ മുറിച്ച് കളയാനോ അതിനൊന്നും അനസ്തീസിയ പോലും കൊടുക്കേണ്ടി വരികയില്ല, കാരണം സെൻസേഷൻ ഇല്ല. അതാണ്. അപ്പം നമ്മൾ ആ നിലയിലേക്ക്, അപ്പം അവിടെ രക്തക്കൊഴലുകളിലും ഡാമേജ് ആയി, നമ്മളുടെ സെൻസേഷൻ ആണല്ലോ. സെൻസേഷൻ പോകുമ്പോഴേക്കും ആ രക്തക്കൊഴലുകളുടെ കൺട്രോളും പോവും, രക്തയോട്ടം കുറയും, മസിൽ വീക്കാവും, എല്ലാം പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ വരെ എത്തി അൾസറിലേക്ക് എത്തിക്കാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പം നമുക്ക് എല്ലാം നോക്കാനും നേരത്തെ കണ്ടുപിടിക്കാനും പറ്റും. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ഈ ഡാമേജിലേക്ക് എത്തിക്കാതെ നോക്കുക. നമ്മൾ കാല് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതുപോലെ ചാർക്കോട്ട് ഫുട്ട് എന്നൊക്കെ ഉണ്ട്. നമ്മുടെ കാലിലെ ജോയിൻസ് കംപ്ലീറ്റ് ഡാമേജ് ആയി പോകുന്നൊരു സിറ്റുവേഷനാണ്. അതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് തിരിച്ച് ഫുള്ളി കൊണ്ടുവരാൻ പറ്റില്ല. ചാർക്കോട്ട് ഫുട്ടൊക്കെ വെച്ചാൽ ഒരു ഡീഫോമിറ്റി വരും കാലിൽ, അത് തിരിച്ചാക്കാൻ പറ്റില്ല. കാരണം ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നിരിക്കും, അൾസർ ഹീൽ ചെയ്യാൻ പറ്റിയെന്നിരിക്കും, പക്ഷെ ഡീഫോമിറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. സോ അവിടെ വരെ എത്തിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. എത്ര വർഷമായിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിലും 10, 20, 30, 40 വർഷം ഡയബറ്റീസിന് വേണ്ടിയിട്ട് മരുന്നും ഇൻസുലിനും എടുത്തവരാണെങ്കിൽ പോലും ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ, അതായത് നമ്മുടെ പാൻക്രിയാസ് അത്യാവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടോ, ഒരു മരുന്നും ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് രോഗി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ബേസിക്കലി നമുക്ക് എന്താ നമ്മുടെ ഐഡിയൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡയബറ്റീസിന് വേണ്ടി ഈ മരുന്നോ ഓപ്പറേഷനോ ഒന്നുമല്ല, ജീവിതശൈലി ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പം തുടക്കത്തിൽ വേറെ മരുന്നൊന്നും തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു മരുന്നൊക്കെ ഉള്ളവർക്കൊക്കെ അത് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. ഡയറ്റ് കൺട്രോൾ ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനങ്ങൾ ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ് എന്തിലാണ് ഉള്ളത്? സസ്യാഹാരത്തിലാണ് മെയിൻലി കാർബോഹൈഡ്രേറ്റ് വരിക. അതായത് നമ്മൾ ദഹിച്ചു കഴിയുമ്പോൾ ഗ്ലൂക്കോസായിട്ട് മാറ്റുന്ന സാധനങ്ങൾ. അപ്പം നമ്മൾ അരി, എല്ലാവരും ഉണ്ട് റൈസ്, ഡയബറ്റീസ് വന്ന ഉടനെ ഗോതമ്പിലേക്ക് മാറും. ഗോതമ്പ് ആക്ച്വലി അരിയും ഗോതമ്പും ഒരുപോലെയാണ്. പലർക്കും ഗ്ലൂട്ടനോടല്ല അലർജി ഉണ്ടാകും. നമ്മൾ മലയാളികൾക്ക് പറ്റിയ ഫുഡല്ല പലപ്പോഴും ഗോതമ്പ് എന്നുള്ളത്. അപ്പം നമ്മളുടെ ജനറ്റിക്കലി നമ്മൾ കഴിച്ചിരുന്ന ഫുഡല്ലല്ലോ, നമ്മൾ അരി ആഹാരമല്ലേ കഴിക്കുന്നത്. അപ്പം അരിയിൽ നിന്ന് ഗോതമ്പിലേക്ക് മാറുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അതുപോലെ ഫ്രൂട്ട്സ്, എല്ലാവരും കരുതാൻ ഡയബറ്റിക് പേഷ്യൻസിന് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാൻ. ഫ്രൂട്ട്സ് ആവാം, അത് ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട്. പക്ഷെ അൺകൺട്രോൾഡ് ഷുഗർ ഉള്ള ഒരാൾ ആകെ ലീഫി വെജിറ്റബിൾസും നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഫിഷ്, മീറ്റ്, എഗ്ഗ് പോലെയുള്ള കാര്യങ്ങളുമാണ് അവർക്ക് കഴിക്കാവുന്നത്. അതേസമയത്ത് നമ്മൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ പോലെയുള്ള ഹൈ പ്രോട്ടീൻ, റീസണബിളി ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളത് മോഡറേറ്റ് ആയിട്ട്, അത് ഇഷ്ടംപോലെ കഴിക്കാമെന്നല്ല, ലീഫി വെജിറ്റബിൾ, ലീഫും സ്റ്റെമ്മും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത്, അതിലും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്, പക്ഷെ അത് ഡൈജസ്റ്റ് അല്ല, അത് സെല്ലുലോസാണ്. അതിനെ നമുക്ക് ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അതേസമയത്ത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത് ലീഫി വെജിറ്റബിൾസാണ്. ലീവ്സും സ്റ്റെമ്മും നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ നോൺ വെജ് ഐറ്റംസോ പയറുവർഗ്ഗങ്ങളോ അത് ഏറ്റവും ലോ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുക. എന്നിട്ട് സ്വയം തന്നെ ബ്ലഡ് ടെസ്റ്റ് നോക്കുക, എക്സസൈസും ചെയ്യുക. നമ്മൾ സെൽഫായിട്ട് കുറച്ച് എക്സസൈസ് ചെയ്ത് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഓവർ വെയിറ്റ് ഉണ്ടോ നമ്മൾ എങ്ങനെ അറിയും? വെയിറ്റ് നോക്കുക, ഹൈറ്റ് -110, ഒരു 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 60 കിലോയിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ഈവൻ ഫാമിലി ഹിസ്റ്ററി, പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് പോലും ഷുഗർ കൺട്രോൾ ആകുന്നുള്ളൂ. അപ്പോൾ എക്സസൈസും വേണം, ഡയറ്റും വേണം. നമ്മൾ ഈ പറയുന്ന ഒരു ബോഡി കോമ്പോസിഷനിലേക്ക് നമ്മുടെ എക്സസ് കോഡോർ മാറ്റുക, ആ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കാൻ പറ്റുകയാണെങ്കിൽ സ്വയം തന്നെ ഒരു രോഗമൊക്കെ ഉള്ളൂ, ഡയബറ്റീസിന് വേണ്ടി ഒരു മെറ്റ്ഫോമിനോ അല്ലെ മെറ്റ്ഫോമിൻ പ്ലസ് ഒരു ഗ്ലൈമിപ്രൈഡോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ സ്വയം നോക്കിക്കൊണ്ട് തന്നെ പതുക്കെ അത് കുറച്ചുകൊണ്ടുവരിക, അതാണത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊരു ദിവസം തന്നെ രാവിലെ എടുത്ത ഈ രീതിയിലുള്ള ഡയറ്റ് എടുത്തിട്ട് 4 നേരം ഷുഗർ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, മരുന്ന് കഴിക്കാതെ തന്നെ. കാരണം മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ താന്നു പോകാം, അപ്പം പിന്നെ നമ്മളിത് എടുക്കേണ്ടി വരും. പിന്നെ ഷുഗറെല്ലാം കൺട്രോൾ ചെയ്ത് ആ മരുന്നിൻ്റെ എഫക്റ്റും പോകും. അപ്പോഴേക്കും നമ്മൾ കുറേ ഭക്ഷണം കഴിച്ച് അപ്പോഴേക്കും ഷുഗർ കൂടും. അപ്പം ഇങ്ങനെ കിടന്നും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്നുകളൊക്കെ ഒഴിവാക്കി നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കുക. സെൽഫായിട്ട് ചെയ്യാൻ പറ്റില്ല, ഒത്തിരി മരുന്നുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സപ്പോർട്ട്, അതായത് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കൽ സപ്പോർട്ടും കൂടെ വേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ
രക്തക്കുഴലുകളെ ഉള്ളിൽ നിന്നും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കോശങ്ങൾക്കാണ് ആദ്യം നാശം സംഭവിക്കുന്നത്. അത് ഏത് ശരീരഭാഗത്തെ രക്തക്കുഴലാണ് നശിപ്പിക്കപ്പെടുന്നത് എന്നനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രം. 2, ഗ്ലൂക്കോസിനൊപ്പം ചികിത്സയുടെ ഭാഗമായി ഇൻസുലിൻ ലെവലും കൂടി കൂടുമ്പോൾ ശരീരത്തിൽ കൊഴുപ്പടിയാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിച്ച് മരുന്നുകൾ ഇൻസുലിൻ പോലും വലിക്കാത്ത അവസ്ഥയിലെത്തും. 3, മരുന്നുകളിലൂടെ പ്രമേഹം മാറ്റാനാകില്ല. പക്ഷെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ 100% തടയാനാകുന്നതും ഒരിക്കൽ വന്നാലും എത്ര പഴകിയതാണെങ്കിലും മാറ്റാനാവുന്നതുമായ രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം. പക്ഷെ കിഡ്നിയിലെ നെഫ്രോൺസും നെർവ് കോശങ്ങളും തീരെ നശിച്ചാൽ അവയെ തിരികെ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കണമെന്നില്ല. 4, ദഹിക്കുമ്പോൾ ഗ്ലൂക്കോസായി മാറ്റപ്പെടുന്ന അന്നജം കൂടുതലായുള്ള അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ ഒക്കെ ഷുഗർ കൂടി നിൽക്കുമ്പോൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യമാംസാദികൾ തുടങ്ങിയവ മിതമായ അളവിൽ കഴിക്കാം. ഷുഗർ നോർമലായ പച്ചക്കറികൾ മിതമായി കഴിച്ചു തുടങ്ങാം. ശരീരത്തിലെ അമിത കൊഴുപ്പ് മാറി ഇൻസുലിൻ പ്രവർത്തനക്ഷമമായാൽ കായികാധ്വാനത്തിനനുസരിച്ച് മിതമായ അളവിൽ ഷുഗർ കൂടാത്ത രീതിയിൽ പഴങ്ങളും അരിയാഹാരവും കഴിച്ചു തുടങ്ങാം. 5, പാൻക്രിയാസിന് ഇൻസുലിൻ ഒട്ടും ഉണ്ടാക്കാൻ കഴിയാത്ത ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആവശ്യമാണ്. എന്നാൽ അമിത കൊഴുപ്പുള്ള ടൈപ്പ് 1 രോഗികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടി ഉണ്ടാകാം. അമിതമായി അന്നജവും കൊഴുപ്പും കഴിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷനും എടുത്താൽ കൊഴുപ്പ് കൂടി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി, അതായത് ടൈപ്പ് 1 പ്രമേഹത്തിനൊപ്പം ടൈപ്പ് 2 പ്രമേഹവും കൂടെ വന്ന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്താലും ബ്ലഡ് ഗ്ലൂക്കോസ് നിയന്ത്രിക്കാനാകാത്ത അവസ്ഥയിലെത്തും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന അവശ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ
ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ മിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുമ്പെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ നിന്ന് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഈ ഡയബറ്റിസ് കൊണ്ടുള്ള നെർവ് ഡാമേജിന് എന്ത് ബെനിഫിറ്റാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറലി നമ്മൾ കാണുന്ന നമുക്ക് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റുന്ന സിംറ്റമാറ്റിക് പേഷ്യൻറ്റിന് രോഗിക്ക് എപ്പോഴും വേണ്ട സിംറ്റംസ് കുറയുന്ന നമുക്ക് അസ്വസ്ഥതകൾ മാറുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതിൽ ഒന്ന് പുകച്ചിൽ, തരിപ്പ് ഇതൊക്കെ ഉണ്ടാകും, കൈക്കുണ്ടാകും, കാലിനുണ്ടാകും. പിന്നെ സെൻസേഷൻ കുറവ്, പലരുടെയും കാലിൽ നിന്നൊക്കെ ചെരുപ്പ് ഊരിപ്പോവും. അപ്പം സ്പെഷ്യൽ ചെരുപ്പിട്ടൊക്കെ കെട്ടി വയ്ക്കുന്ന ചെരുപ്പൊക്കെ ഇട്ടേ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിനൊപ്പം തന്നെ ന്യൂറോപ്പതിയിലേക്കൊക്കെ വന്നിരിക്കുമ്പോഴേക്കും മറ്റ് പ്രശ്നങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. പലപ്പോഴും അൾസർ ഉണ്ടാകും, പല പേഷ്യൻസിനും ഡയബറ്റിക് അൾസേഴ്സ് ഉണ്ടാകും. പലരും അത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഓൾട്ടർനേറ്റീവ് ഇങ്ങനെ കെട്ടിവെച്ച് അതിൻ്റെ കൂടെ ചിലപ്പം വെരിക്കോസ് വെയിനും കൂടെ ഉണ്ടാകും. മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ളവരാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ജീവിതശൈലി ക്രമീകരണത്തിൽ നമ്മൾ ഒരു രോഗത്തെ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് മിക്കവാറും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും, ഈവൻ ആർത്രൈറ്റിസ്, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അത് ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ബേസിക്കലി ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ രക്തക്കൊഴലുകളെ അല്ലെങ്കിൽ നെർവ്സിനെ കറക്റ്റ് ചെയ്യുമ്പോൾ കാലിലെ രക്തക്കൊഴലുകളെ മാത്രമല്ല, ബ്രെയിനിലെ രക്തക്കൊഴലുകളെയും അല്ലെങ്കിൽ ബ്രെയിനിലെ നെർവ്സിനെയും കാലിലെ നെർവ്സിനെയും എല്ലാവർക്കുമാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. കാരണം നമ്മൾ സ്പെഷ്യൽ എല്ലാ ബോഡിയിലെ എല്ലാ പാർട്സും സ്റ്റിമുലേറ്റ് ചെയ്യാനും എല്ലാവർക്കും വേണ്ട ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ശരിക്കും മരുന്നല്ല വരുന്നത്. മരുന്നെന്ന് പറയുന്നത് ശരിക്കും ഫുഡാണ് മെഡിസിൻ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഡയബറ്റിസ് ടൈപ്പ് 2 ഡയബറ്റിസ് ആണെന്ന് ഉറപ്പിച്ചാൽ, അതായത് ഇൻസുലിൻ ലെവലും സി പെപ്റ്റൈഡും ഓക്കെ ആണെങ്കിൽ എല്ലാ ഡയബറ്റിക് മരുന്നുകളും നിർത്തിക്കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ ഫിയർ, വിശക്കുകയിൽ, തലകറങ്ങിയാൽ, ഷുഗർ താന്നു പോവുകയില്ല എന്നൊക്കെയാണ്. നമ്മൾ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റാണ് ശരിക്കും ഷുഗർ താന്നു പോകുക എന്നുള്ളത്. അപ്പം മരുന്ന് നിർത്തുന്നതോടെ ഷുഗർ താന്നു പോകുമോ എന്നുള്ളത് പേടിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് മിക്കവാറും ആർക്കും കൺട്രോളൊന്നും ഉണ്ടാവില്ല. HbA1c ഒക്കെ 8, 9, 10, 11, 12 ഇങ്ങനെ 15 വരെ ഉള്ളവരെയൊക്കെ കാണാറുണ്ട്. ഈ ഇൻസുലിനും ഡയബറ്റീസ് മെഡിസിനും എല്ലാം എടുക്കുന്നുണ്ടാവും. അപ്പം ഈ ഡയബറ്റീസിൻ്റെ മരുന്ന് തീർക്കുന്നതോടെ തന്നെ അവരുടെ വിശപ്പും വയറിൻ്റെ അസ്വസ്ഥതകളും എല്ലാം തന്നെ മാറും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ BP ഉള്ളവരാണെങ്കിൽ മിക്കവാറും സെക്കൻഡ് ഡേ മുതൽ തന്നെ BP കുറഞ്ഞു വരും. അപ്പോൾ എത്ര മരുന്നുണ്ടെന്നുള്ളതനുസരിച്ച് കറക്റ്റ് നോക്കുന്ന ആൾക്കാർ സെക്കൻഡോ തേർഡ് ഡേ ആകുമ്പോഴേക്കും BPയുടെ മരുന്ന് കുറച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് തലകറക്കം വരും. അപ്പോൾ സെക്കൻഡ് ഡേ മുതൽ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ പറയും BP നോർമൽ ആണെങ്കിൽ BP നോക്കിക്കൊണ്ട് വേണം. ഇതെല്ലാം നമ്മൾ മോഡേൺ മെഡിസിനാണ്, നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആണ്, നമ്മൾ സെൽഫാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഡോക്ടർ മരുന്ന് തരുമല്ല, നമ്മൾ മരുന്ന് തന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ ഡോക്ടറാണ് ഹീലർ. അതായത് രോഗം മാറ്റി തരുന്നത് ഡോക്ടറാണ്, മരുന്നും ഡോക്ടറുമാണ് മരുന്ന് ചെയ്യുന്നത്. ഇതിലങ്ങനെയല്ല, നമ്മളുടെ ബോഡിയെ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടറിൻ്റെയും അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെയും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ ബാക്കി സ്റ്റാഫിൻ്റെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ടീച്ചർ നമ്മൾ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മോണിറ്റർ ചെയ്യാൻ നമ്മൾ സെൽഫാണ്. ശരിക്കും ഡോക്ടറിൻ്റെ റോള് ചെയ്യേണ്ടത് അവനവനാണ്. നമ്മളുടെ ഹീലിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി അവനവന് തന്നെയാണ്. അതെങ്ങനെ ചെയ്തു തരുന്നു എന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാ മരുന്നും നിർത്തിയിട്ടുണ്ടെങ്കിലും മിക്കവാറും ഇതിന് 24 hours ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ട്. പിന്നെ BP ആണെങ്കിലും ഇതിന്
വിതിൻ എ വീക്ക് ഓർ സോ എത്ര പേഷ്യൻ്റ് എത്ര കോപ്പറേറ്റീവ് ആയിട്ട് എത്ര ഒബ്സർവൻ്റ് ആയിട്ട് കാര്യം ചെയ്യുന്നതനുസരിച്ചാണ്. കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ വിതിൻ എ മന്ത് എത്ര മരുന്നുണ്ട്, ഇതിന് മന്ത് പോലും വേണ്ടി വരാറില്ല. 3-4 BP മരുന്നൊക്കെ ഉള്ളവർക്ക് വിതിൻ എ വീക്ക് ഓർ 2 weeks ഒരു മരുന്നൊക്കെ ഉള്ള ഒരാഴ്ച കൊണ്ട്. കൂടുതൽ മരുന്നുണ്ടെങ്കിൽ അത് എല്ലാം ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻറ്റും കൂടെ. അവരെത്ര കറക്റ്റായിട്ട് ചെയ്യുന്നു, അവരെത്ര കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് പോയാലും നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫോളോ അപ്പ് വീട്ടിലിരുന്ന് ചാർട്ട് അയച്ച് തന്ന് ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ രോഗങ്ങളുണ്ടെങ്കിലും മിക്കവാറും പേഷ്യൻസിൻ്റെ മരുന്നുകളെല്ലാം വിതിൻ എ മന്ത് കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റും. പിന്നെ റെയറായിട്ടുള്ള മരുന്നുകൾ ചിലപ്പം ഈ സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്നവർ 1 വർഷമായിട്ടില്ലെങ്കിൽ അവർക്ക് ബ്ലഡ് തിന്നേഴ്സ് കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ പേസ് മേക്കർ ഇരിക്കുന്നവർക്കാണെങ്കിൽ ബ്ലഡ് തിന്നേഴ്സ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ വളരെ റെയറായിട്ടുള്ള മരുന്നുകൾ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ബാക്കി ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മരുന്നും തന്നെ വിതിൻ എ മന്ത് കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ. പിന്നെ ചില പ്രത്യേക സാഹചര്യത്തിലൊക്കെ ഉള്ളവരുടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പം ചില ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഇപ്പം കിഡ്നി ഓൾറെഡി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞവർക്ക് ഇമ്മ്യൂണോസപ്രസൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതേസമയത്ത് ഓട്ടോഇമ്യൂൺ ഡിസീസിന് ആർത്രൈറ്റിസിനൊക്കെ കഴിക്കുന്ന ഇമ്മ്യൂണോസപ്രസൻസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ വിതിൻ എ മന്ത് ഓർ 2 കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റും. ഇതാണ് ബേസിക്കലി കാണുന്നത്. നമുക്ക് ആ സെൻസേഷൻ തിരിച്ചു വരുന്നതും ഈ മരവിപ്പും തരിപ്പും ഒക്കെ കുറഞ്ഞു വരും. എല്ലാം കംപ്ലീറ്റ് 2 ആഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരാഴ്ച ആകുമ്പോഴേക്കും, അതായത് നമ്മൾ യൂഷ്വലി തുടങ്ങിക്കഴിഞ്ഞാൽ 8th day ആണ് റിവ്യൂവിന് വരുന്നത്, അപ്പോഴേക്കും തന്നെ പേഷ്യൻസിന് നല്ല ആശ്വാസം ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ 15th day ആകുമ്പോഴേക്കും മിക്കവാറും ഏകദേശം മരുന്നുകളൊക്കെ കുറേ 5-10 20 മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും 2-3 എണ്ണത്തിലേക്ക് 2 weeks ഉണ്ടാവും. പിന്നത്തെ 1 month ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം എല്ലാം കുറച്ചുകൊണ്ട് നിർത്താം. പിന്നെ എല്ലാം ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻറ്റും കൂടെയാണ്. രോഗി എത്ര, ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പം കുറേ പേർക്ക് ഫസ്റ്റ് ക്ലാസ്, ഒരാൾ റാങ്ക് കിട്ടുന്നവരുണ്ടാവും, ഡിസ്റ്റിങ്ഷൻകാരുണ്ടാവും, ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും, ജസ്റ്റ് പാസ് ഉണ്ടാവും, ഫെയിലുണ്ടാവും. ഇതെല്ലാം ഇതിനകത്തും വരുന്നതാണ്. അപ്പം രോഗിയുടെ കെപ്പബിലിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. കാരണം എല്ലാവർക്കും ഒരേ ഇതാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ വീക്കായിട്ടുള്ളവർക്ക് കൂടുതൽ, ഇപ്പം കുറച്ച് റീനൽ ഫെയിലിയറും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ കെയർ കൊടുക്കാൻ നോക്കും. പക്ഷെ അവരതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാൻ എന്ന സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും ഉള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.